Hello and welcome to Moments of Hope from the Hope in Jesus Ministries. Hope in Jesus ശുശ്രൂഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. If you are watching this program for the very first time, ഈ പ്രോഗ്രാം നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, let me tell you with all of the love in my heart that this is the day of a miracle in your life. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എല്ലാ സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ദിവസമാണ്. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He is God. യേശു ദൈവമാണ്. He wants to touch you as you listen to this message today. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കാണുമ്പോൾ യേശു നിങ്ങളെ സ്പർശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. Before I go on to my message, ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപായി, can we watch some exciting testimonies what the Lord Jesus Christ has done in their lives and then come back to the message? യേശു ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളെ നമുക്ക് കണ്ട് അതിനുശേഷം വീണ്ടും സന്ദേശത്തിലേക്ക് മടങ്ങി വരാം. Over to the miracles from Jesus. യേശു ചെയ്ത അത്ഭുതങ്ങളിലേക്ക് നമുക്ക് പോകാം. പേര് നോബൽ രാജ്, സ്ഥലം പാലോട്. ഇത് വയറ്റിൻ്റെ അടിവശത്ത് ഈ അപ്പഴ ഉളഞ്ഞു പിടിക്കുന്നൊരു വേദന ഉണ്ടാകുമായിരുന്നു. യൂറിൻ ഒഴിക്കുമ്പോൾ വേദന ഉണ്ട്. അതിനായിട്ട് ഞാൻ വേറെ ചികിത്സയ്ക്കൊന്നും പോയിട്ടില്ല, ആയിടത്തും പറഞ്ഞിട്ടുമില്ല. അതിന് തുടർന്നായിട്ട് വിടുതലായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഹോദരന്മാരുടെ ഭാഗത്ത് ഏകദേശം മധ്യഭാഗത്തായിട്ടിരിക്കുന്ന സഹോദരൻ, നിങ്ങളുടെ അടിവയറിൽ ഒരു വേദനയും ചില സമയത്ത് മൂത്രമൊഴിക്കുമ്പോഴും ആ വേദനയുണ്ട്. അല്ലെങ്കിൽ വിട്ടുവിട്ട് ഇങ്ങനെ അടിവയറിന് വേദന വരും. നിങ്ങളത് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ യേശു ഇത് കാണുകയാണ്. ജീസസ് ഇസ് സീയിങ് ദാറ്റ്. നിങ്ങളിപ്പോൾ സൗഖ്യമാക്കുവാൻ കർത്താവ് തയ്യാറായി നിൽക്കുകയാണ്. സഹോദരന്മാരും മധ്യഭാഗത്ത് നിങ്ങളുടെ അടിവയറിനൊരു വേദനയുണ്ട്. അത് വിട്ടുവിട്ടാണ് വരുന്നത്. ചില സമയത്ത് മൂത്രമൊഴിക്കുമ്പോഴും ആ വേദനയുണ്ട്. നിങ്ങളത് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ യേശു നിങ്ങളെ സൗഖ്യമാക്കുകയാണ്, തയ്യാറായി നിൽക്കുകയാണ്. കർത്താവ് ഇത് കാണുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവൻ ദൈവം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടിവയറിനൊരു വേദന ഉണ്ടാവുകയും പക്ഷെ ചില സമയത്ത് മാത്രം മൂത്രമൊഴിക്കുകയും സമയത്ത് വേദന. അതായിരുന്നു അനുഭവം. ഇത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ദൈവം പറഞ്ഞതാണ്. എനിക്ക് ഈ പ്രയാസത്തെക്കുറിച്ച് അറിയത്തില്ല, അല്ലേ? കർത്താവ് പറഞ്ഞു ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ശരിയാണ്, പറഞ്ഞിട്ടില്ല. ഇത് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ യേശു ഇതെല്ലാം കാണുന്നു, അല്ലേ? കർത്താവ് ക്രൂശിൽ കൊടുത്ത വലിയ വില കൊടുത്ത് നമ്മൾ ഒത്തിരി അങ്ങ് സ്നേഹിക്കുന്നുണ്ട്. നന്ദി. ഗാഡ് ബ്ലെസ് യു. Welcome back. വീണ്ടും സ്വാഗതം. I hope you saw the miracles what Jesus did in their lives. യേശു ആ ജീവിതങ്ങൾ ചെയ്ത അത്ഭുത സാക്ഷ്യത്തെ നിങ്ങൾ കണ്ടുവല്ലോ. The same miracle will be done in your life if you just believe in Lord Jesus. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഇതേ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിപ്പാനായി കഴിയും. From today I am going to start a new series on the blood of Jesus. ഇന്നു മുതൽ നാം ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ് യേശുവിന്റെ രക്തത്തെക്കുറിച്ച്. I have always loved doing series in this segment through this television program. ഈ ടിവി പ്രോഗ്രാമിലൂടെ നാം എപ്പോഴും ഇങ്ങനെ പരമ്പരകളായിട്ട് പഠിക്കാറുണ്ട്. And many people call me and they tell me it's always wonderful to listen to the series of the messages which we are speaking through this television program. അനേകർ എന്നെ വിളിച്ച് ഇപ്രകാരം പറയാറുണ്ട്, ഇങ്ങനെ ഒരു പരമ്പരയായി ടിവി പ്രോഗ്രാമിലൂടെ പഠിക്കുവാനായി കഴിയുന്നത് ഭാഗ്യകരമാണ്. And today is a good day that we are going to start off with the blood of Jesus. ഇന്ന് നാം യേശുവിന്റെ രക്തത്തെക്കുറിച്ച് ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. A famous evangelist called John Wesley in the 17th century. ജോൺ വെസ്ലി എന്ന ദൈവത്തിന്റെ ദാസൻ 17ാം നൂറ്റാണ്ടിൽ, he was a very famous evangelist. വളരെ പ്രസിദ്ധമായ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. One day as he was coming back from one of his meetings, ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വരുമ്പോൾ a gangster caught him. ഒരു മോഷ്ടാവ് അദ്ദേഹത്തെ പിടികൂടി. And he robbed everything from John Wesley. ജോൺ വെസ്ലിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. He had only little money with him. അദ്ദേഹത്തിന്റെ കയ്യിൽ അല്പം പണമുണ്ടായിരുന്നു. And more of a Christian literatures. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ അനേകം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. So as the thief took all these things that is about to leave, അങ്ങനെ ഈ മോഷ്ടാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത് എടുത്തതിനു ശേഷം പോകുന്നതിന് മുൻപായി John Wesley called him and said, "Hey friend." ജോൺ വെസ്ലി അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ പറഞ്ഞു, പ്രിയ സ്നേഹിത, I have one more thing to give you. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ തരട്ടെ. And he told him this statement. ഇങ്ങനെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, Only the blood of Jesus can save you. യേശുവിന്റെ രക്തത്തിനു മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ കഴിയൂ. That is the precious gift you should have.
അതാണ് ഏറ്റവും മൂല്യതയുള്ള ഒരു ദാനം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്. After many years, അനേകം വർഷങ്ങൾക്ക് ശേഷം on a Sunday service, ഒരു ഞായറാഴ്ച ആരാധന, as John Wesley was greeting the members of the church, അന്ന് സഭയിൽ കടന്നു വന്നവരെ ജോൺ വെസ്ലി വന്ദനം a ചെയ്യുമ്പോൾ rich businessman came to him and said, ഒരു ധനികനായ ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, Sir, whatever I have today, I owe it to you. സാർ, ഇന്ന് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. Because 25 years before, എന്തുകൊണ്ടെന്നാൽ 25 വർഷങ്ങൾക്ക് മുൻപ് when I robbed you one day, ഒരു ദിവസം ഞാൻ നിങ്ങളെ you മോഷ്ടിച്ചപ്പോൾ told me the greatest gift is the blood of Jesus. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്നത് യേശുവിന്റെ രക്തമാണ് എന്ന്. That transformed my life. അതെന്റെ ജീവിതത്തെ From രൂപാന്തരപ്പെടുത്തി. that day, I left robbery. ആ ദിവസം മുതൽ ഞാൻ എന്റെ മോഷണം ഞാൻ I മതിയാക്കി. became a child of Jesus. ഞാൻ യേശുവിന്റെ ഒരു മകനായി തീർന്നു. And today, God has blessed me. ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. My dear brother, sister, എന്റെ പ്രിയ സഹോദര സഹോദരി, understand one of the most precious thing in the whole world is the blood of Jesus. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മൂല്യത ഏറിയത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. As we start this series on the blood of Jesus, ഇന്ന് യേശുവിന്റെ രക്തത്തെ കുറിച്ച് നാം ഈ പരമ്പര I ആരംഭിക്കുമ്പോൾ want your heart's desire to be washed by the precious blood of Jesus and to carry this great gift called the blood of Jesus in your spiritual life. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ രക്തത്തിനായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ വയ്ക്കുന്നുവെങ്കിൽ ഈ ഏറ്റവും വലിയ മൂല്യമായ യേശുവിന്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിലും ആവശ്യമാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, If you read Revelations chapter 13 verse 8, വെളിപാട് പുസ്തകം 13:8 നാം the വായിച്ചാൽ Bible says, വേദപുസ്തകം പറയുന്നു, all who dwell on the earth will worship him, everyone whose name has not been written from the foundation of the world in the book of life of the Lamb who has been slain. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. According to this verse, ഈ വചനമനുസരിച്ച് the crucifixion of Jesus Christ was one of the first prophecies or was one of the first things that God had in his mind. യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായി And it കഴിയും. is through the blood of Jesus that our names will be written in the book of life. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരമാണ് നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. Understand that Jesus is God. യേശു ദൈവമാണെന്ന് നാം മനസ്സിലാക്കണം. He came down from heaven as flesh, being a man, so that he could take all our sins and die on the cross, so that our names will be written in this book of life which God promised. യേശു തന്റെ ജീവനെ നമുക്ക് തരുവാനാണ് സ്വർഗത്തിൽ നിന്നും ജഡത്തിൽ ഇറങ്ങി വന്നത്. തന്റെ ക്രൂശിലെ മരണത്തിലൂടെ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് മുഖാന്തരമായി നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. If you read John 1:1, യോഹന്നാൻ 1:1 നാം the വായിച്ചാൽ, Bible says, in the beginning was the Word. വേദപുസ്തകം പറയുന്നു, ആദിയിൽ The വചനമുണ്ടായിരുന്നു, Word was with God. വചനം The ദൈവത്തോടൊപ്പമായിരുന്നു, Word was God. വചനം And ദൈവമായിരുന്നു. again in John 1:10 and John 1:14, the Bible says the Word came down from heaven, it dwelt among men. വീണ്ടും യോഹന്നാൻ 1:10-14 പറയുന്നു, ആ വചനം നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് ജഡത്തിൽ നമ്മോടൊപ്പം പാർത്തു. അതാണ് യേശുക്രിസ്തു. So it means that Jesus Christ is God himself. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവം തന്നെയാകുന്നു. But he was made in the likeness of man so that he could take the sins of man. എന്നാൽ മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നത് മനുഷ്യന്റെ പാപത്തെ വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. If you read Philippians chapter 2 verse 5 to 8, ഫിലിപ്പിയർ 2:5-8 വരെയുള്ള ഭാഗം the വായിച്ചാൽ Bible says, വേദപുസ്തകം പറയുന്നു, having this attitude in you which was also in Christ Jesus, who although he existed in the form of God, did not regard equality with God a thing to be grasped, but emptied himself, taking form of a bond servant, and being made in the likeness of men, being found in the appearance as man, he humbled himself by being obedient to the point of death, even the death on a cross. ഫിലിപ്പിയർ 2:5-8 വരെയുള്ള ഭാഗം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Understand that Christ was God himself. ക്രിസ്തു ദൈവം തന്നെ ആയിരുന്നു എന്നത് നാം He മനസ്സിലാക്കണം. came in the likeness of a man so that you and me will be saved and our names will be written in the book of life which is in heaven. അവൻ മനുഷ്യ രൂപത്തിൽ വന്നത് നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. How do we know that Jesus was God? യേശു ദൈവമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? Number one, he fulfilled all the prophecies written about him. ഒന്നാമത്, യേശുവിനെ കുറിച്ച് എന്തെല്ലാം പ്രവചനാത്മകമായി എഴുതിയിരുന്നുവോ അതെല്ലാം യേശുവിന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. If you read Isaiah chapter 7 verse 14, യെശയ്യാവ് 7:14 നാം വായിച്ചാൽ there was a prophecy that Son of God will become a son of man through a virgin. ഈ ഭാഗത്ത് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഒരു കന്യകയിലൂടെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. Again, if you read Micah chapter 5 verse 2, വീണ്ടും മീഖ 5:2 നാം വായിച്ചാൽ the prophecy was Jesus Christ will be born in Bethlehem. യേശുവോട് ബെത്ലഹേമിൽ ജനിക്കും എന്ന് പ്രവചനാത്മകമായി പറഞ്ഞിരുന്നു. If you read Jeremiah 23:5, വീണ്ടും യെരമ്യാവ് 23:5 the വായിച്ചാൽ prophecy was that he will be a seed of David. അത് ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിക്കും എന്ന് പറഞ്ഞിരുന്നു. Again, if you read Isaiah 42:3, വീണ്ടും യെശയ്യാവ് 42:3 വായിച്ചാൽ the Bible says he will be a man of compassion. അവൻ മനസ്സലിവുള്ളവനായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. So all these were prophecies about Jesus in the Old Testament. ഇതെല്ലാം യേശുവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ പ്രവചനങ്ങളായിരുന്നു. So all these things, ഈ കാര്യങ്ങളെല്ലാം God the Father knew that this is the only one way in which he can redeem a man from sin. ഇതിലൂടെ എല്ലാം നമുക്ക് കാണുവാനായി കഴിയും. പിതാവായ ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന്റെ ഒരേ ഒരു മാർഗം അത് യേശുവിലൂടെ മാത്രമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. Although he gave so many instructions to Moses, so many instructions to Aaron how to be cleansed from their sin, understand that they were all just mirror images or shadows for the good things to come through Jesus Christ. എന്നാൽ മോശയിലൂടെ കൽപ്പനകൾ പിതാവായ ദൈവം കൊടുക്കുന്ന സമയത്ത് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും യേശുക്രിസ്തു മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന്റെ നിഴലായി സംഭവിച്ച കാര്യങ്ങളായിരുന്നു എന്നത്. It is very clearly written in Hebrews 10:1. എബ്രായർ 10:1 അത് വളരെ വ്യക്തമായി It was എഴുതിയിരിക്കുന്നു. a shadow of good things to come. നമ്മുടെ ജീവിതത്തിൽ വരുവാനിരുന്ന നന്മകളുടെ ഒരു നിഴൽ മാത്രമാണ്. And remember that we are living in the new covenant. അത് മാത്രമല്ല, നാം പുതിയ ഉടമ്പടിയുടെ കീഴിൽ We are ജീവിക്കുന്നവരാണെന്ന് not നാം part അറിയണം. of the old covenant. നാം ഒരു പഴയ ഉടമ്പടിയുടെ ഭാഗമല്ല. We are in the era of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. So for our salvation, അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്കായി, or for our redemption, നമ്മുടെ വിടുതലിനായി there is no point in being circumcised. നാം ഒരു പരിച്ഛേദന ഏൽക്കേണ്ട കാര്യമില്ല. There is no point in bringing a blood of a dove or a ox or a bull before the temple of God and sacrificing it, because God doesn't accept anymore these type of sacrifices. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരു മൃഗത്തിന്റെയോ ഒരു പ്രാവിന്റെയോ രക്തം കൊണ്ടുവന്നാൽ നമുക്ക് ഇന്ന് പാപക്ഷമ ലഭിക്കുകയില്ല. That is why the Bible clearly states, if you read Hebrews chapter 10 verse 4, the Bible says, for the blood of bulls and goats cannot take away sins. എബ്രായർ 10:4 അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. The Bible again says in Hebrews 10:8, വീണ്ടും എബ്രായർ 10:8 പറയുന്നു, sacrifices and offerings and whole burnt offerings, sin offerings you did not desire, nor did you take delight in them, which were offered according to the law. God was not delighted in them. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായി കഴിയും. God was not delighted. ദൈവം അതില് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നില്ല. Again, if you read Hebrews 10:11, വീണ്ടും എബ്രായർ 10:11 നാം വായിച്ചാൽ, and every priest stands day after day serving and offering the same sacrifices again and again, sacrifices that can never take away sins. ഏത് പുരോഹിതനും
ദിവസേന ശുശ്രൂഷിച്ച് പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. Understand that these were all shadows of the good things to come. ഈ വരുവാനിരുന്ന നന്മകളുടെ നിഴലുകൾ മാത്രമായിരുന്നു ഇത് എന്ന് നാം മനസ്സിലാക്കണം. But unfortunately, എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, we still believe that these sacrifices will be able to cleanse us. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഈ യാഗങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു. We believe that confessing to a priest or a priest offering a sacrifice on our behalf can take away the sins, but the Bible clearly states here that it cannot take away the sin of man. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഹിതനോട് ഏറ്റുപറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ചെയ്യുന്ന ഒരു യാഗ പരിപാടി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം വരും എന്ന് നാം വിശ്വസിക്കുന്നു. Then how can we be cleansed? എന്നാൽ എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണം പ്രാപിപ്പാൻ The Bible കഴിയുന്നത്? beautifully answers that in Hebrews chapter 10 verse 5. എബ്രായർ 10:5 വേദപുസ്തകത്തിൽ അത് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. The Bible clearly answers that in Hebrews chapter 10 verse 7. എബ്രായർ 10:7 അത് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. Then I said, here I come, I have come. It is written of me in the scroll of the book to do your will. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. Here is a person who comes up and says, something was written about me long time back, even before the foundations of the world was put, and he says, I have come, that is the will of my Father, and I have come to do it. His name is Jesus. ഇപ്പോഴിതാ ഒരു വ്യക്തി കടന്നു വന്ന് പറയുകയാണ്, എന്നെ കുറിച്ച് ലോകസ്ഥാപനത്തിന് മുൻപാകെ പറഞ്ഞിരുന്നതാണ്, ഇതാ ഞാൻ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു കടന്നു വന്ന് പറയുകയാണ്. John chapter 4 verse 34, the Bible says, I will do the will of my Father. യോഹന്നാൻ 4:34 പറഞ്ഞിരിക്കുന്നു, ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. The Bible again says in John chapter 5 verse 30, I cannot do anything on my own, but only the will of my Father. യോഹന്നാൻ 5:30 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. So Jesus Christ is coming down from heaven to do the will of the Father. The will of the Father is only one and only one thing, the redemption of mankind through the precious blood of his only son Jesus Christ. യേശു സ്വർഗ്ഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നത് ഒരേ ഒരു കാര്യം ചെയ്യുവാനാണ്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. പിതാവിന്റെ ഇഷ്ടമാണ് മനുഷ്യരാശിയുടെ മുഴുവൻ വീണ്ടെടുപ്പാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പ്. John chapter 3 verse 16. യോഹന്നാൻ 3:16. For God so loved the world that he gave us his only one begotten son, so that whomsoever will believe in him will not perish but have eternal life. ദൈവം ഈ ലോകത്തെ അത്ര കണ്ട് സ്നേഹിച്ചത് ഒരേ ഒരു കാര്യത്തിനാണ്, നാം ആരും നശിച്ചു പോകരുത്. യേശു ക്രിസ്തു മുഖാന്തരമായി, തന്റെ പുത്രൻ മുഖാന്തരമായി എല്ലാവരും നിത്യ ജീവനിലേക്ക് കടക്കണം. Hebrews chapter 10 verse 9. എബ്രായർ 10:9. Here I have come to do your will. He does away with the first to establish the second. By his will we have been made holy through the offering of the body of Jesus Christ once and for all. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. The Son called Jesus Christ comes into the world to do the will of the Father, and he says, I am establishing a new covenant which will do away with the old one, which was okay in doing the sacrifices of the animals, which was okay with the burnt offerings, which was okay with the priesthood, which was okay with the different mediators. But today in the new covenant, God says once and for all the sins what you have committed, for all the sins what you are committing, for all the sins what you will commit, Jesus Christ, blood of Jesus became a perfect sacrifice for that. ഇപ്പോൾ ഇതാ പുത്രനായ യേശു ക്രിസ്തു കടന്നു വന്ന് പറയുകയാണ്, ഞാനിതാ പഴയതിനെ മാറ്റി പുതിയൊരു ഉടമ്പടി നിങ്ങളുമായിട്ട് ചെയ്യുന്നു. ഇനിമേല് ഒരു യാഗം കൊണ്ടല്ല, യേശു നമുക്കായിട്ട് ഒരിക്കലായിട്ട് കഴിക്കുന്ന പാപ
യാഗം മുഖാന്തരമായിട്ട് നാം ഏവരും നമ്മുടെ പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കപ്പെടുകയാണ്. നാം ചെയ്യുന്ന പാപങ്ങളിൽ ഇതുവരെ ചെയ്തു പോയതും ഇനി ചെയ്യുവാനായി പോകുന്ന എല്ലാത്തിനും വേണ്ടി യേശു ഒരിക്കലായിട്ട് ക്രൂശിൽ പരമ യാഗമായി തീർന്നു. തന്റെ രക്തത്തിലൂടെ നാം പാപ ക്ഷമ ലഭിപ്പാൻ ഇടയായിത്തീരും. He removed the old covenant by fulfilling the law of Moses. അങ്ങനെ പഴയ നിയമത്തെ മോശയുടെ ന്യായപ്രമാണം നിവർത്തിച്ചത് മുഖാന്തരമായി യേശു മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. And he started off a new covenant called the grace of Jesus. അത് മാത്രമല്ല, ഒരു പുതിയ ഉടമ്പടി യേശുവിലൂടെ വരുവാൻ ഇടയായി തീർന്നു. അതാണ് കൃപ എന്ന് പറയുന്നത്. If you read Hebrews chapter 8 verse 7, എബ്രായർ 8:7 നാം വായിച്ചാൽ the Bible says, വേദപുസ്തകം പറയുന്നു, for if the first covenant was faultless, why would somebody look for the second one? But showing its fault, God says, look, the days are coming, I will create a new covenant with the house of Israel and with my people. ഒന്നാമത്തെ നിയമം കുറവില്ലായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന് കർത്താവിന്റെ അരുളപ്പാട്. And it came through the crucifixion of Jesus. അത് യേശുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഇടയായി. When the blood which did not have even one sin was shed on the cross for you and me. ഒരു പാപം പോലും അതുവരെ ചെയ്തിട്ടില്ലാത്ത യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ക്രൂശിൽ അത് നമുക്ക് വേണ്ടി ഒഴുക്കുവാൻ ഇടയായി തീർന്നു. What was the after effect? അത് മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ വന്നത് എന്താണ്? Hebrews chapter 8 verse 13. എബ്രായർ 8:13 പറയുന്നു, when he speaks of the new covenant, he makes the first one obsolete. Now what is growing obsolete is aging and disappearing. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. He established the covenant of his own blood. യേശു തന്റെ രക്തം മുഖാന്തരമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്യുവാൻ ഇടയായി The തീർന്നു. covenant called grace, ആ ഉടമ്പടിയാണ് കൃപ, which made us eligible for the eternal life through just believing in Jesus. അതാണ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നിത്യ ജീവനെ നമ്മെ അവകാശികളാക്കി തീർക്കുന്നു. My dear brother and sister, എന്റെ പ്രിയ സഹോദര as സഹോദരി, we conclude the introduction on the blood of Jesus, യേശു ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ചുള്ള ആമുഖമായി നാം ഇന്ന് പഠിച്ച കാര്യങ്ങളുടെ അവസാനത്തിലേക്ക് നാം വരുമ്പോൾ have a great desire to be with Jesus in heaven. യേശുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കും വലിയൊരു ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളിൽ വരണം. Knowing the old covenant will not save you. പഴയ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞത് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് Offering കൊണ്ടുവരികയാണ്. burnt offerings or sacrifices will not take you to heaven. ഒരു യാഗം അർപ്പിച്ചത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാക്കി തീർക്കുകയില്ല. Offering, standing with a priest offering sacrifices on your behalf will not help you to make to heaven. നാം ഒരു പുരോഹിതന്റെ അടുക്കൽ നിൽക്കുന്നതോ ഒരു പുരോഹിതൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത നടക്കുന്നതോ ആയിട്ടുള്ള കാര്യം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കയില്ല. Only but the blood of Jesus. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ Only but the blood of Jesus. അത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ Only but the blood of Jesus. അത് യേശുവിന്റെ രക്തത്തിന് മാത്രമേ As we keep learning more on the blood of Jesus, തുടർന്ന് നാം യേശുവിന്റെ രക്തത്തെക്കുറിച്ച് I പഠിക്കുമ്പോൾ want you to have a desire in your heart that you want to be with Jesus. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം വരട്ടെ, എനിക്ക് യേശുവിനോടൊപ്പം നിത്യതയിലായി. The greatest desire I carry in my heart is not to preach the gospel but to be with Jesus in eternal life. എന്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്നത് ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നതല്ല, എനിക്ക് നിത്യതയിൽ യേശുവിനോടൊപ്പം Because ആയിരിക്കണം. Paul said, even after this much of preaching, if I am disqualified, I have lost everything. എന്തുകൊണ്ടെന്നാൽ പൗലോസ് പറഞ്ഞതാണ്, ഞാൻ ഇത്രയും പ്രസംഗിച്ചതിന് ശേഷം ഞാൻ യോഗ്യതയില്ലാത്തവനായി തീരുന്നുവെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം പാഴായി പോകും. Have the same passion in your life. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലും അതേ ആവേശം വരട്ടെ. My dear brother and എന്റെ sister, പ്രിയ സഹോദര സഹോദരി, if you're listening about the blood of Jesus for the very first time, ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ, and if you're caught up in traditions or rituals, നിങ്ങൾ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിലോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ നിങ്ങൾ ആയിരിക്കുന്നു, Jesus is calling you today. യേശു ഇന്ന് നിങ്ങളെ വിളിക്കുകയാണ്. The blood of Jesus is calling you today. യേശുവിന്റെ രക്തം ഇന്ന് നിങ്ങളെ വിളിക്കുകയാണ്. If you believe in Jesus, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, not as the God of Christians, ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറഞ്ഞു, but as the Savior of the world, എന്നാൽ ലോക രക്ഷിതാവ് as the എന്ന് only പറഞ്ഞു, one God, ഒരേ ഒരു ദൈവം which എന്നത്, created humans, heavens, and whatever you see, നാം കാണുന്നതും നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ചവൻ എന്നതല്ല, He will wash away your sins. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ യേശുവിന്റെ രക്തം It is നിങ്ങളെ the കഴുകി blood of Jesus ശുദ്ധീകരിക്കും. which makes us holy. യേശുവിന്റെ രക്തമാണ് നമ്മളെ വിശുദ്ധമാക്കുന്നത്.
വിശുദ്ധമാക്കി Our തീർക്കുക. sacrifices cannot make us holy. നമ്മുടെ യാഗങ്ങൾക്ക് നമ്മെ വിശുദ്ധമാക്കി Our തീർക്കുവാൻ offerings കഴിയില്ല. cannot make us holy. നമ്മുടെ കാഴ്ചകൾക്ക് നമ്മെ വിശുദ്ധമാക്കി തീർക്കുവാൻ But the കഴിയില്ല. blood of Jesus. എന്നാൽ യേശുവിന്റെ രക്തത്തിന് കഴിയും. Can we all pray together? നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. Submitting our lives to നമ്മുടെ Jesus. ജീവിതങ്ങളെ യേശുവിന്റെ കരങ്ങളിൽ To സമർപ്പിക്കാം. wash us with the precious blood. യേശുവിന്റെ രക്തം നമ്മെ കഴുകുവാനായി. Some people might say, ചിലർ ഇങ്ങനെ പറയും, I am born again person. ഞാൻ ഒരു പുതുതായി ജന്മം പ്രാപിച്ച I am വ്യക്തിയാണ്. water baptized. ഞാൻ വെള്ളത്തിൽ സ്നാനമെടുത്തു. But John the apostle says, എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ if പറയുകയാണ്, anybody says that you are without sin, നിങ്ങൾ പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ you are lying. നിങ്ങൾ കള്ളം As പറയുന്നു. humans, മനുഷ്യരായിരിക്കും, we might sin. നാം പാപം But if ചെയ്യാം. we confess those sins to Jesus, എന്നാൽ യേശുവിനോട് നാം ആ പാപങ്ങളെ He is ഏറ്റുപറയുന്നു. gracious enough to save us from that. നമ്മെ അതിൽ നിന്നും രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ കൃപയുള്ളവൻ. The work has already been done on the cross. ക്രൂശില് അതിന്റെ വേലയെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. We need to just believe in it. എന്നാൽ ഇന്ന് നാം അത് വിശ്വസിച്ചാൽ That is faith. അതാണ് And വിശ്വാസം. the faith has to have an action. ആ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി ഉണ്ടായി. Confess it. അത് നിങ്ങൾ And ഏറ്റുപറയുക. walk blamelessly before God. അങ്ങനെ അത് മാത്രമല്ല, ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ നിഷ്കളങ്കമായി നടക്കുക. Can we close our eyes and look to the Lord in prayer? നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കാം. Loving Lord, gracious Heavenly Father, സ്വർഗ്ഗസ്ഥനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, as we come to the throne of grace in the mighty name of Jesus, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൃപാസനത്തിലേക്ക് ഇപ്പോൾ കടന്നു വരും. Lord, we acknowledge that there are shortcomings in our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. Many times we wandered away with the world. പലപ്പോഴും ഞങ്ങൾ ലോകത്തിലായി പോയിട്ടുണ്ട്. കർത്താവേ, Forgive us. ഞങ്ങളോട് ക്ഷമിക്കണം. Wash us with the precious blood of Jesus. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി Anoint ശുദ്ധീകരിക്കണം. us with the new oil. ഞങ്ങളെ പുതിയ എണ്ണയാൽ അഭിഷേകം So that we ചെയ്യണം. all will be worthy of the new life which you have promised. അതുകൊണ്ട് ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത പുതിയ ജീവനെ ഞങ്ങൾ We അവകാശമുള്ളവരായി. thank you for the precious blood of Jesus. യേശുവേ, അങ്ങയുടെ രക്തത്തിനായി ഞങ്ങൾ നന്ദി Thank പറയുന്നു. you for what you have done on the cross. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നിറവേറ്റിയതിനായിട്ട് നന്ദി. Help us to believe in it. അതിൽ വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. We give you all the glory and honor. ഞങ്ങളെല്ലാ മാനവും മഹത്വം In അവിടത്തേക്ക് the തരുന്നു. name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. Remember, nothing but the blood of Jesus. ഓർക്കുക, യേശുവിന്റെ രക്തം മാത്രം. As we keep learning on this on the next episode, അടുത്ത എപ്പിസോഡിൽ തുടർന്ന് നാം പഠിക്കുമ്പോൾ keep watching the program ഈ പ്രോഗ്രാം നിങ്ങൾ തുടർന്നും കാണുക. and keep praying for us as well. ഈ പ്രോഗ്രാമിന് വേണ്ടി തുടർന്ന് നിങ്ങൾ I പ്രാർത്ഥിക്കുക. would like to thank all our viewers for the beautiful love and support that you're having towards our small ministry. ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി It is പറയുന്നു. by your precious sacrificial offerings that we are able to do this on television. നിങ്ങൾ വളരെ സാക്രിഫിഷ്യലായിട്ട് ഇതിനു വേണ്ടി കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്യുവാനായി Keep കഴിയുന്നത്. praying for us. തുടർന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി Stand പ്രാർത്ഥിക്കുക. with us in a partnership for the kingdom of God. ഞങ്ങളോടൊപ്പം ചേർന്ന് ദൈവരാജ്യത്തിന് പണിയുന്നതിന് ഒരു പങ്കാളിയായി You നിൽക്കുക. can sponsor this one episode by offering a small amount. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാനായിട്ട് കഴിയും. If you're interested to do that, you can call me right away on the telephone number which is right now shown on the screen. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുവാനായി I കഴിയും. am sure that it is going to be a blessing for many. അത് നിശ്ചയമായും അനേകർക്ക് അനുഗ്രഹമായി തീരും. Together if we stand, നാം ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ we can get India for Jesus. നമുക്ക് ഇന്ത്യയെ യേശുവിനായി We നേടുവാൻ can get the കഴിയും. world for Jesus. ഈ ലോകം യേശുവിനായി നേടി കാണാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. ആമേൻ.